സുഹൃത്തുക്കളെ, ഇന്ന് കോടികൾ വിലമതിക്കുന്ന ഒരു T-90 ടാങ്കിനെ തകർക്കാനായിട്ട് വെറും 5000 രൂപയുടെ കളിപ്പാട്ടം പോലെയുള്ള ഒരു ഡ്രോൺ മതി. ശത്രുവിൻ്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ ആകാശത്ത് ഒളിച്ചിരുന്ന് കൃത്യസമയത്ത് കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്വാം ഡ്രോണുകളാണ് ആധുനിക യുദ്ധങ്ങളിലെ പുതിയ പേടി സ്വപ്നം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു കഥയല്ല, മറിച്ച് കൈപ്പേറിയ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും ഇത്തരം നിശബ്ദ ഘാതകരെ വിന്യസിച്ച് കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നില്ല. നിശബ്ദമായിട്ട് എന്നാൽ അതിശക്തമായിട്ട് ഇന്ത്യ ഇതിൻ്റെ മറുപടിയും തയ്യാറാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച 2 ഇന്ത്യൻ സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ്. ഒന്ന് ഹിമശക്തി, ശത്രുവിനെ തൊടാതെ വെടിവെക്കാതെ വായുവിൽ വെച്ച് തന്നെ നിശ്ചലമാക്കുന്ന ഇലക്ട്രോണിക് മാന്ത്രികൻ. രണ്ടാമത്തേത് ഭാർഗവാസ്ത്ര, ഒരേ സമയം 64 മിസൈലുകൾ തൊടുത്തുവിട്ട് ആകാശത്തെ ഡ്രോൺ മേഘങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഛിന്നഭിന്നമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആയുധം. എന്താണ് ഇവയുടെ പ്രത്യേകത? എന്തുകൊണ്ട് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇല്ലാത്ത ഒരു ശേഷി ഇന്ത്യക്ക് ലഭിച്ചു? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇതിലുപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസ് ഇല്ലസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇനി ഈ ആയുധങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നേരിടുന്ന ശത്രുവിനെ അറിയണം. എന്താണ് സ്വാം ഡ്രോണുകൾ? സാധാരണ ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വാം ഡ്രോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് 50 ഡ്രോണുകൾ ഒന്നിച്ച് പറക്കുമ്പോൾ അതിൽ ഒരെണ്ണം വെടിയേറ്റ് വീണാൽ ബാക്കിയുള്ള 49 എണ്ണവും ആ വിവരം തത്സമയം മനസ്സിലാക്കുകയും തങ്ങളുടെ ആക്രമണ രീതി, അതായത് ഫോർമേഷൻ മാറ്റുകയും ചെയ്യും. ഈ കംപ്ലീറ്റ് ഓപ്പറേഷനെയും നിയന്ത്രിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നിലവിലുള്ള റഡാറുകൾക്ക് ഒരേ സമയത്ത് 10, 20, 30 ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുക. 100 ഡ്രോണുകൾ ഒന്നിച്ച് വന്നാലോ ഒരു സാച്ചുറേഷൻ ഉണ്ടാവും, സിസ്റ്റം ഹാങ് ആവും. എന്ന് മാത്രമല്ല, 10 ലക്ഷം രൂപയുടെ ഒരു ഡ്രോണിനെ വീഴ്ത്താനായിട്ട് 20 കോടിയുടെ മിസൈൽ ഉപയോഗിക്കുന്നത് ഒരു സാമ്പത്തിക ആത്മഹത്യയുമാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര ചരിത്രം സൃഷ്ടിക്കുന്നത്. ലോകം മുഴുവൻ ആൻറ്റി ഡ്രോൺ സിസ്റ്റങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോൾ ഇന്ത്യയിലെ നാഗ്പൂരിൽ ഒരു സ്വകാര്യ കമ്പനി നിശബ്ദമായിട്ട് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ കണ്ടുപിടുത്തമാണ് ഭാർഗവാസ്ത്ര. ഇതൊരു ഇൻ്റലിജൻറ്റ് മൈക്രോ മിസൈൽ സിസ്റ്റമാണ്. അതായത് വലിയ മിസൈലുകൾക്ക് ചെയ്യാൻ കഴിയാത്തത്, അത് കൂട്ടമായിട്ട് വരുന്ന ചെറിയ ശത്രുക്കളെ കൂട്ടമായിട്ട് ചെന്ന് നശിപ്പിക്കുക എന്നുള്ള കാര്യം, ഇതാണ് ഭാർഗവാസ്ത്രയുടെ ദൗത്യം. ഭാർഗവാസ്ത്ര പ്രവർത്തിക്കുന്നത് 4 സ്റ്റേജിലാണ്. ആദ്യത്തെ സ്റ്റേജാണ് ഡിറ്റക്ഷൻ. ഇതിൻ്റെ റഡാർ ശത്രുക്കളുടെ ഡ്രോൺ കൂട്ടത്തെ സ്വാമിനെ കണ്ടെത്തി അത് വിവരം കൈമാറുമ്പോൾ അതിൻ്റെ കമാൻഡർ അതിൻ്റെ സ്വിച്ച് അമർത്തുമ്പോൾ ലോഞ്ചറിൽ നിന്ന് ഒരേ സമയം ഡസൻ കണക്കിന് മിസൈലുകൾ ചീറിപ്പായും. ഓരോ മിസൈലും ഓരോ ഡ്രോണിനെ തെരഞ്ഞു പിടിക്കും. ഇതിൻ്റെ മുൻഭാഗത്തുള്ള സീക്കർ ഡ്രോണിൻ്റെ ചൂട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയും. ഡ്രോണിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഇതിൻ്റെ പ്രോക്സിമിറ്റി ഫ്യൂസ് ഉപയോഗിച്ച് ഈ മിസൈൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ചെറിയ ലോഹ ചീളുകൾ ഒരു വല പോലെ വിരിഞ്ഞ് ഡ്രോണിനെ സമ്പൂർണ്ണമായിട്ടും തകർത്ത് കളയും. എന്ന് മാത്രമല്ല, ഇതൊരു ഹൈബ്രിഡ് സംവിധാനമാണ്. അതായത് ശത്രുക്കളുടെ സ്വഭാവം അനുസരിച്ച് 2 രീതിയിൽ ആക്രമിക്കാനായിട്ട് ഇതിന് സാധിക്കും. അതിലൊന്ന് അൺഗൈഡഡ് മൈക്രോ റോക്കറ്റുകളാണ്. ഇതൊരു ഷോട്ട് ഗൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ലക്ഷ്യം ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഡ്രോണിൻ്റെ കൂട്ടങ്ങൾക്ക് നേരെ ഇവ കൂട്ടമായിട്ട് ചീറിപ്പായും. തുടർന്ന് നിശ്ചിത ദൂരത്ത് വെച്ച് ഇവ പൊട്ടിത്തെറിക്കുകയും ഒരു ലോഹ മേഘം, ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ക്ലൗഡ് സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ആ പരിധിയിൽ വരുന്ന എന്തിനേയും അത് അരിപ്പ പോലെ തുളച്ച് കയറി തകർത്തുകളെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറഞ്ഞ ചെറിയ ഡ്രോണുകൾ കൂട്ടമായിട്ട് വരുമ്പോൾ അവയെ ഒന്നിച്ച് നശിപ്പിക്കാനായിട്ട് ഇത് വളരെയധികം ലാഭകരമാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗൈഡഡ് മൈക്രോ മിസൈലുകൾ. ഇതൊരു സ്നൈപ്പർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ചെറിയ സെൻസറുകളും സീക്കറുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോഞ്ച് ചെയ്തതിൻ്റെ ശേഷം ഈ മിസൈൽ ശത്രുവിൻ്റെ ഡ്രോണിന് അതിൻ്റെ ചൂടോ അല്ലെങ്കിൽ സിഗ്നലോ ഉപയോഗിച്ചിട്ട് സ്വയം കണ്ടെത്തി അതിനെ പിന്തുടർന്ന് ചെന്ന് ഇടിച്ച് തകർക്കും. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് പറക്കുന്നതോ വലിപ്പമേറിയതോ അല്ലെങ്കിൽ വെട്ടിച്ചു മാറുന്നതോ ആയ ഡ്രോണുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനും ഇത് ഉപയോഗിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡ്രോൺ കൂട്ടങ്ങളെ നശിപ്പിക്കാനായിട്ട് റോക്കറ്റുകളും കൃത്യതയോടെ വലിയ ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് മിസൈലുകളും ഒരേ ലോഞ്ചറിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് ഭാർഗവാസ്ത്രയ്ക്ക് സാധിക്കും.
എന്ന് മാത്രമല്ല ഭാർഗവാസ്ത്രയ്ക്ക് ഒരേ സമയം 64 മൈക്രോ മിസൈലുകൾ വരെ വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. മറ്റു രാജ്യങ്ങൾക്കാണെങ്കിൽ ഒരേ സമയം പരമാവധി 4 മുതൽ 6 മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും ലോകത്ത് മറ്റൊരിടത്തും ഇന്ന് വരെ ഭാർഗവാസ്ത്ര പോലെയുള്ള ഒരു സംവിധാനം നിലവിലില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ പക്കൽ പോലും ഇല്ലാത്ത ഒരു ശേഷിയാണത്. അമേരിക്കയുടെ കൊയോട്ട സിസ്റ്റത്തിന് പോലും ഇത്രയധികം മിസൈലുകൾ ഒരേ സമയം ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ഈ ഭാർഗവാസ്ത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് 64 മിസൈലിൻ്റെ സാച്ചുറേഷൻ കേപ്പബിലിറ്റി തന്നെയാണ്. അതായത് ശത്രുവിൻ്റെ 64 ഡ്രോണുകളെ ഒരേ സമയത്ത് നേരിടാനായിട്ട് ഒരു യൂണിറ്റിന് സാധിക്കും. അപ്പം അതിൽ കൂടുതൽ ഡ്രോണുകളെ നേരിടണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. സ്വാം അറ്റാക്ക് വഴി റഡാറുകളെ കബളിപ്പിക്കാനുള്ള ശത്രുവിൻ്റെ തന്ത്രം അങ്ങനെ പരാജയപ്പെടും. അങ്ങനെ നമുക്ക് 100% സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഭാർഗവാസ്ത്രയ്ക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ മൈക്രോ മിസൈൽ ഡിസൈൻ തന്നെയാണ്. ഭാരം വളരെ കുറവ്, അതായത് 2 കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം. അതുപോലെ തന്നെ വലിപ്പവും തീരെ കുറവാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിനെ നമുക്ക് കൊണ്ടു നടക്കാം. എന്ന് മാത്രമല്ല അതിർത്തിയിലെ ബങ്കറുകളിലോ ജീപ്പുകളിലോ ഒക്കെ ഘടിപ്പിച്ച് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് പെർ കില്ലാണ്, അത് വളരെ കുറവാണ്. ഒരു മിസൈലിൻ്റെ ചിലവ് വളരെ കുറവായതുകൊണ്ട് തന്നെ 5000 രൂപയുടെ ഡ്രോണിനെ തകർക്കാനായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കേണ്ട ഗതികേട് നമുക്ക് വരുന്നില്ല. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ലാഭകരവുമാണ്. പിന്നെ നമ്മൾ ഹിമശക്തിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് കോട്ട തന്നെയാണെന്ന് പറയാം. അതായത് ഭാർഗവാസ്ത്ര ഹാർഡ് കിൽ അല്ലെങ്കിൽ ഫിസിക്കൽ നാശമാണ് വരുത്തുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു ബഹളവുമില്ലാതെ ശത്രുക്കളെ കൊല്ലുന്ന ഒരു സോഫ്റ്റ് കിൽ മെത്തേഡാണ് ഹിമശക്തി ഉപയോഗിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന് വേണ്ടിയിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ DRDO വികസിപ്പിച്ച അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ഹിമശക്തി. ഹിം എന്നുള്ള വാക്ക് മഞ്ഞിനെ സൂചിപ്പിക്കുന്നു. അതായത് മഞ്ഞ് മൂടിയ പർവ്വതങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഹിമശക്തി. ഹിമശക്തിയുടെ പ്രവർത്തനം 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യം ഇത് സെൻസ് ചെയ്യും. അതായത് ശത്രുവിൻ്റെ ഡ്രോണുകൾ കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ പുറപ്പെടുവിക്കുന്ന റേഡിയോ സിഗ്നലുകളെ ഇത് പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുത്ത സിഗ്നൽ ഏത് ഫ്രീക്വൻസിയിലാണെന്നും അത് നിയന്ത്രിക്കുന്ന റിമോട്ട് എവിടെയാണെന്നും നിമിഷങ്ങളുടെ ഉള്ളിൽ ഇത് കണക്ക് കൂട്ടും. എന്നിട്ട് ഡ്രോണിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഒരു സിഗ്നൽ ഹിമശക്തി തിരിച്ച് ഡ്രോണിലേക്ക് അയക്കും. ഇതോടെ ഡ്രോണിന് അതിൻ്റെ കൺട്രോൾ സ്റ്റേഷനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. ഇത് മൂക്കുകുത്തി വേറെ എവിടെയെങ്കിലും പോയി വീഴും. ഹിമശക്തിക്ക് ശത്രുവിൻ്റെ ഡ്രോണുകൾ മാത്രമല്ല, അവരുടെ റഡാറുകളും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളും എല്ലാം ഒരേ സമയത്ത് തന്നെ ജാം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ യുദ്ധം ജയിക്കാമെന്നുള്ളതാണ് ഹിമശക്തിയുടെ തത്വം. ഇതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റിയാണ്. 10,000 അടിയുടെ മുകളിലുള്ള പർവ്വതങ്ങളിൽ, സിയാച്ചിൻ ഗ്ലേഷ്യറിലോ ലഡാക്കിലോ പോലും പ്രവർത്തിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ മറ്റ് പല ജാമറുകളും തണുപ്പിൽ പണി മുടക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ ഹിമശക്തി വഴി സുരക്ഷിതരായിരിക്കും. എന്ന് മാത്രമല്ല ഒരേ സമയത്ത് പല ഫ്രീക്വൻസികൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ ശത്രു ഫ്രീക്വൻസി ഹോപ്പിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരുന്നാലും ഹിമശക്തി അവരെ വിടാതെ പിന്തുടർന്ന് ജാം ചെയ്തിരിക്കും. പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്ടുകൾക്കോ അപ്ഗ്രേഡുകൾക്കോ ഒന്നും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. ഇതിൻ്റെ വിവരങ്ങൾ ചോരുകയും ഇല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ പലർക്കും സംശയങ്ങളുണ്ടാവും, ഇത് വെറും തള്ളാണോ അവകാശവാദങ്ങളാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്കുകൾ വെച്ചിട്ട് ഇതിനെ ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭാർഗവാസ്ത്രയും അമേരിക്കയുടെ കൊയോട്ടയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അമേരിക്കയുടെ റേഥിയോൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കൊയോട്ട സിസ്റ്റം നിർമ്മിക്കുന്നത്. ഇത് വളരെയധികം മികച്ച ഒരു സിസ്റ്റമാണ്. പക്ഷേ ഒരു ലോഞ്ചറിൽ നിന്നും അതിന് 4 മിസൈലുകളെ തൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജ്. ഇന്ത്യയുടെ ഭാർഗവാസ്ത്രയ്ക്ക് 64 മിസൈലുകൾ ഒരു ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അതായത് അമേരിക്കയുടെ സിസ്റ്റത്തെക്കാളും 16 മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ ഫയർ പവർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹിമശക്തിയും ഇസ്രായേലിൻ്റെ ഡ്രോൺ ഡോമുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ സിസ്റ്റം അങ്ങേയറ്റം ലോകപ്രശസ്തമാണ്. പക്ഷേ അത് പ്രധാനമായിട്ടും ഗാസ പോലെയുള്ള സമതല പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഹിമശക്തിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങളിൽ സിഗ്നലുകൾ തടസ്സപ്പെടും.
അതുകൊണ്ട് ഹിമശക്തി പ്രത്യേകമായിട്ടും പർവ്വത യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഈ കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേറെ എതിരാളികൾ ലോകത്തെവിടെയും ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ചൈനയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, ചൈന ലേസർ ആയുധങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ലേസറുകളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞോ മഴയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അവിടെയും ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭാർഗവാസ്ത്രയ്ക്കും ഹിമശക്തിക്കും കാലാവസ്ഥ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഓൾ വെതർ കേപ്പബിലിറ്റി ഉള്ള സിസ്റ്റംസ് ആണ്. സുഹൃത്തുക്കളെ, യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങളുടെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് കൃത്യസമയത്ത് ശരിയായ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഹിമശക്തി സിസ്റ്റങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യൻ ആർമി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 3000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഭാർഗവാസ്ത്രയുടെ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി അതും അതിർത്തികളിലേക്ക് നീങ്ങാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. 1 ദശാബ്ദം മുമ്പ് വരെ നമ്മൾ ചെറിയ തോക്കുകൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആൻറ്റി സ്വാം ഡ്രോൺ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. 64 മിസൈലുകൾ എന്ന ഭാർഗവാസ്ത്രയുടെ റെക്കോർഡ് തകർക്കാനായിട്ട് ലോകശക്തികൾക്ക് ഇനിയും കുറച്ച് നാളും കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മുടെ ആകാശം സുരക്ഷിതമാണ്. അത് കാക്കാനായിട്ട് ഹിമശക്തിയുടെ അദൃശ്യ കണ്ണുകളും ഭാർഗവാസ്ത്രയുടെ കരുത്തുറ്റ ചിറകുകളും സദാ ഉണർന്നിരിപ്പുണ്ട്. ഇന്ത്യയുടെ ഈ കുതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.